ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കിലെ 4ാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ചത് എന്താണ്? ആവറേജ് അഥവാ മീൻ അല്ലെ. പിന്നെ പഠിച്ചത് മീഡിയൻ. അപ്പം മധ്യവും മാധ്യമവും ഇത് രണ്ടും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്നാണോ ഇതിൽ നിന്നാണോ വരുന്നതെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിലെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ ഒരു കോളത്തിൽ, അതായത് ഫസ്റ്റ് കോളത്തിൽ ഒറ്റ നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ 400 മുതൽ 500 വരെ. അപ്പൊ ഫിക്സ്ഡ് നമ്പർ പറയുന്നില്ല. ഇപ്പൊ 400 ആണോ അല്ല 410 ആണോ 450 ആണോ എന്നൊന്നും പറയാതെ 400 മുതൽ 500 വരെയുള്ള ഇത്ര പേര്, അങ്ങനെയാണ് നമ്മൾ ചോദ്യം തന്നിരിക്കുന്നത്. അപ്പൊ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ ഒരു തൊഴിൽശാലയിലെ ജോലിക്കാരെ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്ന പട്ടികയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഡെയിലി വേജസ് ആണ്, അത് റുപ്പീസിലാണ് തന്നിരിക്കുന്നത്. ഓരോന്നിലും എത്ര വർക്കേഴ്സ് വീതം ഉണ്ടെന്നുള്ളതും തന്നിട്ടുണ്ട്. ആകെ എത്ര വർക്കേഴ്സ് ടോട്ടലും തന്നിട്ടുണ്ട്. അതായത് ഈ ചോദ്യത്തിന് മനസ്സിലാക്കുന്നത് 400 മുതൽ 500 വരെ ദിവസക്കൂലി ഉള്ളവർ 6 പേരാണ്. 500 മുതൽ 600 വരെ ദിവസക്കൂലി ഉള്ളവർ 7 പേരാണ്. 600 മുതൽ 700 വരെ ദിവസക്കൂലിയുള്ളത് 10 പേരാണ്. 700 തൊട്ട് 800 വരെ ദിവസക്കൂലിയുള്ളത് 9 പേര്. 800 മുതൽ 900 വരെ ദിവസക്കൂലിയുള്ളത് 5 പേര്. 900 to 1000 4 പേര്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ മധ്യമ ദിവസക്കൂലിയാണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ ഡെയിലി വേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കണം, ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് 41 അത് ഓഡാണ്, ഒറ്റസംഖ്യയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ ഒറ്റസംഖ്യ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി കാണും. ആ പൊസിഷനാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. നമുക്ക് മീഡിയൻ ആണല്ലോ കാണേണ്ടത്. അപ്പോൾ ഇവിടെ 41 എന്നുള്ളത് ഓഡാണ്, ഒറ്റസംഖ്യയാണ്. ഒറ്റസംഖ്യ വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി കാണും. അപ്പോൾ 42ന്റെ പകുതി 21. അപ്പൊ 21ാമത്തെ ആള് ഏത് ഡെയിലി വേജിലാണ് കിടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ ഒരൊറ്റ നമ്പരേ വന്നിരുന്നുള്ളൂ. അപ്പോൾ എന്താ ചെയ്തത്? അപ് ടു ദാറ്റ് നമ്പർ. ഇപ്പൊ ഇവിടെ 400 മാത്രം ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ് ടു 400 അല്ലെ 400 വരെ എന്നായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഈ വലിയ നമ്പർ എടുക്കുന്നു, 500. അപ്പൊ 500ൽ കുറവ്, 500ൽ കുറവ് അല്ലെ. 400 എന്ന് പറയുന്നത് 500ൽ കുറവാണല്ലോ. അപ്പൊ ആദ്യത്തെ കോളം എന്താകും? 500ൽ കുറവ് അല്ലെങ്കിൽ ലെസ് ദാൻ 500. അപ്പൊ ഇവിടെ വരുമ്പോഴും 600ൽ കുറവ്. പിന്നെ 500ൽ കുറവ് അല്ലെ ലെസ് ദാൻ 500 എത്ര വർക്കേഴ്സ് ഉണ്ട്? 6 വർക്കേഴ്സ് ഉണ്ട്. പിന്നെ 600ൽ കുറവ്, 600ൽ കുറവ് എന്ന് പറയുമ്പോൾ 500ൽ കുറവും അതിൽ പെടുവല്ലോ. അപ്പൊ 6ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 വന്നു. ഇനി 700ൽ കുറവോ എത്ര വരും? 700ൽ കുറവെന്ന് പറയുമ്പോൾ ഇവിടം വരെ വരും. അപ്പൊ അതായത് 10ഉം 7ഉം 6ഉം 3ഉം കൂടെ വരും അല്ലെ. അപ്പൊ 23. പിന്നെ 800ൽ കുറവ്. ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ നമുക്കറിയാം അല്ല, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ. അപ്പൊ ലാസ്റ്റ് നമ്പർ ഇവിടുത്തെ ടോട്ടൽ തന്നെ വരത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്ക് 21st പൊസിഷൻ എവിടെ, 21st വർക്കർ എവിടെയാണ്, 21ാമത്തെ വർക്കർ എവിടെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ 6 പേര് വരെ ഉള്ളൂ. ഇവിടെ 7 തൊട്ട് 13 വരെ വരും. ഇവിടെ 14 തൊട്ട് 23 വരെ. അതായത് 21ാമത്തെ വർക്കർ ഈ ക്ലാസ്സിലാണ് വരുന്നത് അല്ലെ. ഇതിനകത്താണല്ലോ വരുന്നത്. അപ്പൊ ഇവിടെ 700ൽ കുറവ് എത്ര പേരുണ്ട്? 700ൽ കുറവ് ഈ ഒരു ക്ലാസ് മാത്രം എടുത്താല് നമുക്ക് എത്ര പേരുണ്ട്? അവിടെ 10 പേരുണ്ട് അല്ലെ. അതായത് 600 മുതൽ 700 വരെ 10 വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ 10 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ എഴുതി കഴിയുമ്പോൾ ഇവിടെ നോക്കിക്കുക, 600 മുതൽ 700 വരെ 10 ഈക്വൽ ഡിവിഷൻസ് ആക്കുമ്പോൾ
അതായത് ഇതിനിടയിൽ ആര് വരും, എത്രാമത്തെ ആള് വരും? ഞാനിവിടെ പറഞ്ഞു, ഇവിടെ 13 വരെ കഴിഞ്ഞു. 14ാമത്തെ ആള് തൊട്ട് 23ാമത്തെ ആള് വരെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പൊ 14ാമത്തെ ആളാണ് ഈ ഡിവിഷനിൽ വരുന്നത്. പിന്നെ 610നും 620നും ഇടയ്ക്ക് എത്രാമത്തെ ആള് വരും? 15ാമത്തെ ആള് വരും. 620നും 630നും ഇടയ്ക്ക് 16ാമത്തെ ആള് വരും. 630നും 640ന്റെ ഇടയ്ക്ക് 17ാമത്തെ ആള് വന്നു. 640നും 650ന്റെ ഇടയ്ക്ക് 18ാമത്തെ ആള് വന്നു. 650ന്റെ 660ന്റെ ഇടയ്ക്ക് 19ാമത്തെ ആള് വന്നു. 660ന്റെയും 670ന്റെ ഇടയ്ക്ക് 20ാമത്തെ ആള് വന്നു. 670ന്റെ 680ന്റെ ഇടയ്ക്ക് 21ാമത്തെ ആള് വന്നു. 680 690ന്റെ ഇടയ്ക്ക് 22ാമത്തെ ആളും 690ന്റെയും 700ന്റെ ഇടയ്ക്ക് 23ാമത്തെ ആള് വന്നു. കണ്ടോ, 23ാമത്തെ ആള് വരെ അല്ലേ കിടക്കുന്നത്? 14 തൊട്ട് 23 വരെ. കണ്ടോ, 14 തൊട്ട് 23 വരെ 600 മുതൽ 700 വരെയുള്ള ഡിവിഷനിൽ 10 എണ്ണമായതുകൊണ്ട് 10 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ? നമുക്ക് വേണ്ടത് 21ാമത്തെ ആളിൻ്റെതാണ് വേണ്ടത്. നമുക്കിവിടെ മീഡിയൻ അഥവാ മധ്യമ വരുമാനമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ മിഡിൽ കിടക്കുന്നത് വാല്യൂ, അതായത് 670ന്റെയും 680ന്റെയും നടുക്കത്തെ വാല്യൂ ആയ 675 രൂപയാണ് മീഡിയൻ എമൗണ്ട്. അപ്പൊ മധ്യമ വരുമാനം 675 കിട്ടിയത് എങ്ങനെയാ കിട്ടിയത്? 670ന്റെ 680ന്റെ ഇടയ്ക്കാണ് 21ാമത്തെ ആള് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ മിഡിൽ വാല്യൂ മീഡിയൻ ആണ് നമ്മൾ എടുക്കുന്നത്. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി കാണുക. 670 680 കൂടെ കൂട്ടി പകുതി കാണുമ്പോൾ 675 രൂപ എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ ഇത് നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. കാരണം ഇത് ഈക്വൽ ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അല്ലെ? 10 ഈക്വൽ ഡിവിഷൻസ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് നടുക്കത്തെ വാല്യൂ ആണ് 14ാമത്തെ ആളുടേത്. ഇതിന്റെ കറക്റ്റ് നടുക്കത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? 600നും 610ന്റെ ഇടയ്ക്ക് 605 വന്നു. 605 വന്നു. ഇവിടെ 610ന്റെയും 620ന്റെയും മിഡിൽ വാല്യൂ 615, 625, അങ്ങനെ എക്സെട്ര. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, ഒരു സമാന്തര ശ്രേണിയാണ്, അല്ലെ? ഈ സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് ഈ 21ാമത്തെ ആള്? ഒന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7 8 8ാമത്തെ പദമാണ് ഈ മധ്യമ വരുമാനം അഥവാ മീഡിയൻ സാലറി, ഡെയിലി വേജ് ആയിട്ട് വരുന്നത്. അപ്പൊ 8ാമത്തെ ടേം നമുക്ക് ഇവിടുത്തെ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. 8th ടേം എന്ത് വന്നു? 8th ടേമിന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ടേമിന്റെ കൂടെ 7D ആഡ് ചെയ്താൽ മതി. ഇപ്പൊ ഫസ്റ്റ് ടേം 605 ആണ്, അതിന്റെ കൂടെ 7 ടൈംസ് D. ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 10 ആണ്. അപ്പൊ 7 ഗുണം 10 എന്ന് പറയുന്നത് 70. 605ന്റെ കൂടെ കൂട്ടുമ്പോൾ 675 രൂപ എന്ന് കിട്ടും. കണ്ടോ, സെയിം ആൻസർ തന്നെ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം നമുക്ക് ആദ്യം ചെയ്യാം. അതായത് പേജ് നമ്പർ 287 ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് വൈദ്യുതി ഉപയോഗം തന്നിട്ടുണ്ട്, വീടുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇത്ര മുതൽ ഇത്ര വരെ അങ്ങനെയുള്ളതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ വൈദ്യുതി ഉപയോഗത്തിന്റെ മധ്യമം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 220 മുതൽ 240 വരെ 3 വീടുകളാണ്, യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ഉപയോഗം യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. 240 മുതൽ 260 വരെ 6 വീടുകളും, 260 മുതൽ 280 വരെ 7 വീടുകളും, 280 മുതൽ 300 വരെ 10 വീടുകളും, 300 മുതൽ 320 വരെ 9 വീടുകളും, 320 തൊട്ട് 340 വരെ 4 വീടുകളുമാണ്. അപ്പം നമുക്ക് ടേബിളിനെ ഇങ്ങനെ എഴുതാമല്ലോ. നേരത്തെ ഞാൻ എക്സാമ്പിളിൽ കാണിച്ചു. 220 മുതൽ 240 വരെ എന്നുള്ളതിന് 240ൽ കുറവ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്, അല്ല, ലെസ് ദാൻ 240 യൂണിറ്റ്സ് 3 ഫാമിലീസ് ആണ്. പിന്നെ 260 ആണ് ഇവിടുത്തെ ടോപ്പ്. അപ്പൊ 260ൽ കുറവെന്ന് പറയുമ്പം അത് തന്നെയാണ് ഈ 220 മുതൽ 40 വരെ ഉപയോഗിക്കുന്നവരും, അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര വന്നു? 6 3 9 ഹൗസസ് ഉണ്ട്. പിന്നെ 260 മുതൽ 280 വരെ തന്നിരിക്കുന്നതിനകത്ത് 280ൽ കുറവെന്ന് എഴുതും, ലെസ് ദാൻ 280 എന്ന് വരും. അപ്പൊ ഈ 3 കൂടെ ആഡ് ചെയ്യണം.
അപ്പോൾ എത്ര വന്നു? 16 വന്നു. ആ 16ആണ് ഇവിടെ എഴുതുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ എഴുതി. ഇനി ഇതിന്റെ അർത്ഥം എന്താണ്? 1 മുതൽ 3 വരെയുള്ള വീടുകളാണ് ഈ ആദ്യത്തതിൽ വരുന്നത്. ഇവിടെ വരുന്നതോ 4 മുതൽ 9 വരെ. ഇവിടെ വരുന്നത് 10 മുതൽ 16 വരെ. ഇവിടെ വരുന്നത് 17 തൊട്ട് 26 വരെ. ഇവിടെ വരുന്നത് 27 തൊട്ട് 35 വരെ. ഇവിടെ വരുന്നത് 36 തൊട്ട് 39 വരെ. പിന്നെ നമ്മൾ ഇവിടെ എന്താണ് നോക്കേണ്ടത്? എന്നെ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 39 എൻ ഓഡാണ് അല്ലെ, ഒറ്റ സംഖ്യയാണ്. അപ്പൊ n ഈക്വൽ ടു 39 ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി കാണുന്നു. അപ്പൊ 40ന്റെ പകുതി എന്ന് പറയുന്നത് 20ആണ്. അപ്പൊ 20ാമത്തെ വീട് അല്ലെ, 20ാമത്തെ വീട് ഇതിനകത്ത് കിടക്കുമെന്ന് നോക്കുക. 17 മുതൽ 26 വരെ കിടക്കുന്ന ഇതിനകത്താണല്ലോ ലെസ് ദാൻ 300. അതായത് ഈ ഒരു ക്ലാസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനകത്ത് എത്ര വീടുകൾ കിടപ്പുണ്ട്? 10 വീടുകൾ കിടപ്പുണ്ട്. അപ്പൊ 280 മുതൽ 300 വരെ ഉള്ളതിനെ 10 തുല്യ ഭാഗങ്ങളായിട്ട് നമുക്ക് മുറിക്കണം. അപ്പൊ 280 മുതൽ 300 വരെ 10 തുല്യ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാ എഴുതാൻ പറ്റുക? 280, 282, 284 കണ്ടോ? 10 തുല്യ ഭാഗങ്ങളായില്ലേ? തുല്യ ഭാഗങ്ങള്. ഇവിടെ വരുന്നത് എത്രാമത്തെയാണ് നോക്കിക്കേ? ഈ ക്ലാസ് വരുന്ന 17 തൊട്ട് 26 വരെ. അപ്പൊ 17ാമത്തെ ഹൗസ് ആണല്ലോ ഇവിടെ വരുന്നത്. ഇത് 18ാമത്തത്, ഇത് 19, 20, 21, 22, 23, 24, 25, 26. 26 വീടുകളായാലും നമുക്ക് വേണ്ടത് 20ാമത്തെ വീടിന്റെയാണ്. അപ്പൊ 20ാമത്തെ വീട് എന്ന് പറയുന്നത് ഇതാണ്, അതിന്റെ മീഡിയൻ ക്ലാസ്. അപ്പൊ 286ന്റെയും 288ന്റെയും ഇടയ്ക്ക് വരുന്നതാണ് മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി വരുന്ന. എത്ര വരും? 286ന്റെ 288 കൂടെ കൂട്ടിയിട്ട് പകുതി കണ്ടാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് 287 യൂണിറ്റ് ആണ്. അപ്പൊ മധ്യമം കിട്ടിയില്ലേ? മധ്യമം എന്ന് പറഞ്ഞാൽ 287 യൂണിറ്റ്. വൈദ്യുതി ഉപയോഗത്തിന്റെ മധ്യമം എന്ന് പറഞ്ഞാൽ 287 യൂണിറ്റ്. ഇനി ഇത് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അരിത്മെറ്റിക് സീക്വൻസ് വെച്ച് എഴുതുമ്പോൾ നമുക്ക് ഓരോ ക്ലാസിന്റെയും മിഡിലാണ് എടുക്കേണ്ടത്. അപ്പൊ 281 തുടങ്ങണം, 283, 285 അങ്ങനെ പോകും അല്ലെ. ഇനി എത്രാമത്തെ ക്ലാസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 20ാമത്തെ വീടല്ലേ. അപ്പൊ 1, 2, 3, 4 4ാമത്തെ ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത ടേം എടുത്താൽ മതിയല്ലേ? 287 വരും അല്ലെ. ഇതാണ് നമ്മുടെ മീഡിയൻ യൂണിറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഇതിന്റെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരണം? നമുക്കിപ്പോൾ എടുത്തത് ഓഡ് നമ്പറാണ്. ടോട്ടൽ 39 വന്ന ഓഡ് നമ്പർ. ഇനി നമ്മൾ ഈവൻ നമ്പറിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം.